ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റിൻ്റെ ഒരു റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റിനെ പരിചയപ്പെട്ടാലോ? ഗസ്റ്റ് ഒന്നല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ വരുന്നതാണ്. അപ്പം ഹായ്, ഇതാണ് ഞങ്ങളുടെ പൊന്നൂസ്. അപ്പോൾ പൊന്നൂസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? റെഡിയാണോ? അയ്യോ, ഒരു ചളിപ്പ്, ഇങ്ങനെയൊന്നല്ല കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പേരറിയാത്ത ഡിഷ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഷിന് പേരൊക്കെ ഇടുന്നുണ്ട് ലാസ്റ്റ്, അപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാണ് നമ്മുടെ ക്യാബേജ്. ആദ്യം തൊട്ട് ഞാൻ എടുക്കുന്നത് അടിച്ചോ. അമ്മച്ചീൻ്റെ അതൊന്നും ഇല്ലാന്ന്. അപ്പോൾ ഇതെന്നതാ? ഇത് സവോള, കിഴങ്ങ് നല്ല തിന്നായിട്ട് അരിയണം, ഇതുപോലെ അരിയണം. പിന്നെ ക്യാബേജ് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റിനകത്ത് ചേർക്കാവുന്നതാണ്, ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ക്യാബേജ്, കിഴങ്ങ്, സവോള എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷെഫ് പറഞ്ഞാൽ നല്ല തിന്നായിട്ട് അരിയണം കേട്ടോ. പിന്നെ ഇതൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണോ? ഇത് ചിക്കൻ മസാല, യെസ്. ഇത് മഞ്ഞൾപ്പൊടി, യെസ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് മുളക് പൊടി, ഉപ്പ്. നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ പൊരിക്കാൻ എണ്ണ. ഇതാണ് നമ്മുടെ ഷെഫ് പറയും. ഇതിന്റെ എന്താ പേര് പറയൂ? ഇതിന് പ്രത്യേകിച്ച് പേരില്ല. ഇത് സവോള മാത്രം ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പക്വട എന്ന് പറയും. ഇപ്പൊ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പേര് നമുക്ക് ലാസ്റ്റ് ഒരു പേര് ഇടണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു പേരിടുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. കുറച്ച് കളറിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. യെസ്, കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. പിന്നെ മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. നമുക്ക് ഒത്തിരി എരിവൊന്നും വേണ്ട. അതെ, ആമയും പാടിയും പറയുന്ന ശകലം. അത് മതി. യെസ്. നെക്സ്റ്റ് ചിക്കൻ മസാല നമുക്ക് കുറച്ച് വേണം. ചിക്കൻ മസാലയിലാണ് ഇതിന്റെ ടേസ്റ്റ്. അതെ, അല്ല നമ്മൾ എന്ത് ഇങ്ങനത്തെ വിഭവം ഉണ്ടാക്കിയാലും മസാല മസ്റ്റ്. അതെ, എല്ലാത്തിനും മസാല വേണ്ടേ? യെസ്. അടിയിലൊന്നും പറ്റില്ല. നമ്മളിപ്പോ 2.5 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടണം. ഷെഫ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളിത് കോമഡി ആയിട്ട് പറയുന്നതെന്നേ ഉള്ളൂ. എല്ലാം അടിപൊളി ഡിഷാണ് കേട്ടോ. ട്രൈ ചെയ്തോണ്ട്. ഡിഷ് സ്നാക്സ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. നോമ്പ് തുറ. യെസ്. ഈ ഷീബാത്ത് പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. വീഡിയോ കാണണേ. ലൈക്ക് മാത്രം പിടിച്ചതാക്കണേ ഉള്ളൂ. മതി. ഞാൻ നോക്കി എത്ര നേരം ഉണ്ടെന്ന് ലാസ്റ്റ്. ലൈവ് അല്ല, മറ്റേ ഇതിന്റെ യൂട്യൂബിലെ ഒരു വന്നില്ലേ എന്തരോ എന്താ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് തെറ്റിട്ടുണ്ട്. പേസ്റ്റ് ആക്കണം കേട്ടോ. നമുക്ക് ഇച്ചിരി ക്വാണ്ടിറ്റി അല്ലേ, ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് അറിയാതെ വന്നത്. ഇപ്പം നമുക്ക് റെഡിമെയ്ഡൊക്കെ ആയിട്ട് കിട്ടൂലേ. അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഊറ്റിയാൽ മതി. പിന്നെ നമ്മള് മെയിൻ കടലമാവാണ്. സ്വാമീസിന്റെ കടലമാവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പരസ്യം. നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് മാറ്റി വെച്ചോണ്ടാണ് ഇപ്പം കൈസ് ഇത് മറന്നു പോയത്. അതെ കൈസ്, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. അപ്പം നമ്മുടെ ഷെഫിനും പറ്റി, സ്വാഭാവികം. 2 ആമിയാൻ പാടിയും കൂടെ നോക്കിക്കുന്നുണ്ട്. ഇപ്പൊ കഴിക്കാന്ന് പറഞ്ഞു. കടലമാവ് നമുക്ക് കുറച്ചധികം വേണം. നമുക്ക് സ്പൂൺ ഇട്ടാൽ അതാവില്ല. അതുകൊണ്ട് നമ്മൾ സ്പൂൺ മാറ്റിയിരിക്കുന്നു. ഷെഫ്, സൂപ്പർ ഷെഫ്. അതെ അതെ. പരീക്ഷണങ്ങളുടെ രാജകുമാരിയാണ്. ഫിംഗർ ക്യാപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒത്തിരി വെള്ളം പാടില്ല കേട്ടോ. നമുക്കിത് കുഴമ്പം പാത്രം. ഇപ്പൊ നമുക്കത് കുഴച്ചിട്ട് കാണാം കേട്ടോ. ചോറിനുള്ളതാണോ കുട്ടി? ചോറിന് ക്യാബേജ് എല്ലാം ഞാൻ ഒപ്പിയെടുക്കാൻ പോവാണ്. എന്നെ ഒപ്പല്ല കേട്ടോ. ചെയ്യാനും ഒപ്പില്ല. എന്നെ ഒപ്പേ വേണ്ട. അയ്യോ,
ക്യാമറയുടെ മുന്നിൽ വരാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ ക്യാബേജ് അരിയിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചോറ്, അതെ, കൊത്തി കൊത്തി അരിയാൻ പറയുന്നുണ്ട്. കൊത്തി കൊത്തി അരിയുന്നത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ. ഇങ്ങനെ മിക്സ് ആയിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് വെള്ളം കൂടി പോകാൻ പാടില്ല. പാടില്ല, അതാണ് മെയിൻ. അപ്പൊ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ? റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പൊ നേരെ ചൂടാല്ലേ. ചട്ടി വെക്കുന്നു. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ വെക്കാം. ചൂടായി. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിളിച്ചത് ഉണ്ടായിരിക്കും. വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ പറയുവാ. അന്നേരം ആണെങ്കിൽ എല്ലാവരും ഇടയ്ക്ക് ഒരു പറയുവാ. നമ്മൾ എണ്ണ ഊറ്റി കൊടുത്തു. ആകാശം കാണുന്നുണ്ടക്കകത്ത്. അത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ സ്പൂണിൽ കോരിയിടാനാണ് ആദ്യം ശ്രമിച്ചത്. പക്ഷേങ്കിൽ അത് സ്പൂണിൽ കോരിയിട്ടിട്ടുണ്ട് അത്ര ശരിയാവാത്തതുകൊണ്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ എടുത്ത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കട്ടി ടൈപ്പ് അല്ല, ഒരു ഇച്ചിരി ലൂസ് ടൈപ്പ് ആയിരിക്കണം അതിൻ്റെ ബാറ്റർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കിഴങ്ങിന് വേവാനുള്ള ഒരു സമയം കൂടെ കൊടുക്കണം കേട്ടോ. വേണം നമ്മളിത് വേവിക്കാൻ. കാരണം നമുക്ക് കിഴങ്ങുണ്ട്, സവോള പിന്നെ പെട്ടെന്ന് ആയിക്കോളും. പിന്നെ എല്ലാം തിന്നായിട്ട് അരിഞ്ഞേക്കണോണ്ട് പെട്ടെന്ന് ആയിക്കോളും. ഫ്രണ്ട് ക്യാമറയിൽ കാണുമ്പോഴത്തേനും നമ്മുടെ ഡിഷ് അവിടെ റെഡി ആകുന്നു. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഹായ് ജീവാത ഒളിച്ച് നിൽക്കുക. എടുത്ത സഹോദരി ഇതാണ് നമ്മുടെ ഷെഫ്. അപ്പം നമ്മുടെ ഷെഫ് ഇതേ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഷെഫിന് നൊയമ്പില്ല കേട്ടോ, അത് പറയണം. കാരണം കുഞ്ഞുവാവ ഉണ്ടായിട്ട് 1.5 മാസമായുള്ളൂ കേട്ടോ. അപ്പോൾ അവളാണ് ഇവിടുത്തെ എന്താ പറയുക ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ സ്പെഷ്യൽ എന്താ പറയുക കുക്ക്. ഗോൾഡൻ ബ്ലൗ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഉടതയോടെ പറയുന്നു. ഇന്നോ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കത് പൊരിയെടുക്കാം. അത് ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് ഇട്ടോ. ഇതാണ് പക്കോഴ, എന്തോ പേരിട്ടില്ല, ലാസ്റ്റ് ആകുമ്പോ പേര് ക്യാമറ മാൻ ഉമ്മയ്ക്കൊപ്പം ലാസ്റ്റ് പറയാതെ. പക്ഷെ ഇതിന് നല്ല ഇതുണ്ടോ. നമ്മളൊരു സ്പൂണും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഗായ്സ് കിടന്ന് ഓടുന്നു ക്രാബിന് ജീവനുള്ള പോലെ. അപ്പൊ നമ്മൾ രണ്ടാമത്തതും കോരി എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യോ? നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നല്ല രുചിയുണ്ട്. എങ്ങനെയുണ്ട്? പറയൂ പറയൂ പറയൂ. സൂപ്പറാണോ? ഓക്കെ, സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. ഇനി പേരും കൂടെ പറയും. ഇതിന്റെ പേര് ഞങ്ങൾ ലാസ്റ്റ് ഇടാന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇട്ടേക്കുന്ന പേര് പൊട്ടറ്റോ ക്രാബ്. അത് തന്നെ അമ്പാടിയുടെ കണ്ടുപിടുത്താണ് അല്ലേ? അതെ. അപ്പൊ പൊട്ടറ്റോ ക്രാബ് ഇതേ ലാസ്റ്റത്തെയും നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ
പുതിയൊരു വീഡിയോ ഇട്ട് വരാം. See you.